ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കേണ്ട സമയപരിധി അവസാനിച്ചതോടെ രാജ്യത്ത് ആദ്യഘട്ട വോട്ടെടുപ്പിന്റെ സമ്പൂർണ്ണ ചിത്രം തെളിഞ്ഞു. എൻഡിഎയുടെ തെരഞ്ഞെടുപ്പ് റാലിക്ക് ഉത്തർപ്രദേശിലെ മീററ്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. രൂപവൽക്കരിച്ച ശേഷം ഇതാദ്യമായി മഹാറാലി സംഘടിപ്പിച്ച് INDA സഖ്യം. പ്രതിഷേധം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിലടക്കം നിരവധി വിഷയങ്ങളിൽ. ത്യാഗത്തിന്റെയും ഉയിർപ്പിന്റെയും സ്മരണകൾ ഉയർത്തി ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിച്ചു. മിയാമി ഓപ്പൺ ടെന്നീസ് പുരുഷ ഡബിൾസ് കിരീടം രോഹൻ ബൊപ്പണ്ണ മാത്യു എബ്ഡൻ സഖ്യത്തിന്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് ജയം. ഡൽഹി ക്യാപിറ്റൽസ് ചെന്നൈ സൂപ്പർ കിങ്സ് മത്സരം അല്പസമയത്തിനകം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു മുൻ ഉപപ്രധാനമന്ത്രി ലാൽകൃഷ്ണ അഡ്വാനിക്ക് രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന നൽകി ആദരിച്ചു. ന്യൂഡൽഹിയിലെ വസതിയിൽ വച്ചാണ് പുരസ്കാരം സമ്മാനിച്ചത്. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മുൻ ഉപരാഷ്ട്രപതി വെങ്കയ്യനായിഡു, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, അഡ്വാനിയുടെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. 7 പതിറ്റാണ്ടിലേറെ അചഞ്ചലമായ അർപ്പണബോധത്തോടും അസാധാരണമായ വൈദഗ്ധ്യത്തോടും കൂടി രാജ്യത്തെ സേവിച്ച വ്യക്തിയാണ് ശ്രീ LK അഡ്വാനിയെന്ന് സമൂഹമാധ്യമത്തിൽ രാഷ്ട്രപതി കുറിച്ചു. രാജ്യപുരോഗതിക്ക് അദ്ദേഹം നൽകിയ സംഭാവനകൾക്കുള്ള അംഗീകാരമാണ് ഈ ബഹുമതിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കേണ്ട സമയപരിധി ഇന്നലെ അവസാനിച്ചതോടെ രാജ്യത്ത് ആദ്യഘട്ട വോട്ടെടുപ്പിന്റെ സമ്പൂർണ്ണ ചിത്രം തെളിഞ്ഞു. ഏപ്രിൽ 19-ന് ആദ്യഘട്ടത്തിൽ 21 സംസ്ഥാനങ്ങളിലായി 102 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ജൂൺ 1-ന് അവസാനഘട്ട വോട്ടെടുപ്പും കഴിഞ്ഞ ശേഷം ജൂൺ 4-നാണ് വോട്ടെണ്ണൽ. സിക്കിം, അരുണാചൽ പ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കാനുള്ള സമയപരിധിയും അവസാനിച്ചു. BJPയുടെ മുതിർന്ന നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി ഇന്ന് ഉത്തർപ്രദേശിലെ മീററ്റിൽ BJPയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചു. 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരു സർക്കാർ രൂപീകരിക്കുക എന്നതിനപ്പുറം ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കാനും ലോകത്തിലെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാക്കി മാറ്റാനും വേണ്ടിയുള്ളതാണെന്ന് പൊതുറാലിയെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി പറഞ്ഞു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിലടക്കം നിരവധി വിഷയങ്ങളിൽ പ്രതിഷേധിച്ച് ഡൽഹി രാംലീല മൈതാനിയിൽ INDA സഖ്യം മഹാറാലി സംഘടിപ്പിച്ചു. രൂപവൽക്കരിച്ച ശേഷം ഇതാദ്യമായാണ് സഖ്യം മഹാറാലി സംഘടിപ്പിക്കുന്നത്. കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ, പ്രിയങ്ക ഗാന്ധി, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ, അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യ സുനിത, ഝാർഖണ്ഡ് മുഖ്യമന്ത്രി ചമ്പൈ സോറൻ, മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ ഭാര്യ കൽപ്പന, CPIM നേതാവ് സീതാറാം യെച്ചൂരി, CPI നേതാവ് D രാജ, മറ്റു കക്ഷി നേതാക്കളായ ഉദ്ധവ് താക്കറെ, ശരത് പവാർ, തേജസ്വി യാദവ്, ഫാറൂഖ് അബ്ദുള്ള, മെഹബൂബ മുഫ്തി, അഖിലേഷ് യാദവ്, ഡെറിക് ഒബ്രിയൻ തുടങ്ങിയവർ മഹാറാലിയിൽ പങ്കെടുത്തു. സൂക്ഷ്മ പരിശോധനാ പ്രക്രിയകൾ അവസാനിച്ചപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ലോക്സഭാ മണ്ഡലമായ ലക്ഷദ്വീപിൽ മത്സരരംഗത്തുള്ളത് 4 സ്ഥാനാർത്ഥികൾ. NCP ശരത് പവാർ പക്ഷ സ്ഥാനാർത്ഥിയായി നിലവിലെ MP മുഹമ്മദ് ഫൈസൽ, കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് ഹംദുള്ള സെയ്ദ്, NDA സ്ഥാനാർത്ഥിയായി NCP അജിത് പവാർ പക്ഷത്തെ TP യൂസഫ്, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കൽപ്പേനി ദ്വീപ് സ്വദേശി K കോയ എന്നിവരാണ് മത്സരിക്കുന്നത്. ഏപ്രിൽ 19-ന് ആദ്യഘട്ടത്തിലാണ് ലക്ഷദ്വീപിൽ വോട്ടെടുപ്പ്. മധ്യപ്രദേശിൽ 6 സീറ്റുകളിലായി 88 സ്ഥാനാർത്ഥികളാണ് ആദ്യഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്ത് ഉള്ളത്. പത്രിക പിൻവലിക്കുവാനുള്ള അവസാന ദിവസമായ ഇന്നലെ 19 പേർ പത്രിക പിൻവലിച്ചു. സിന്നി ലോക്സഭാ മണ്ഡലത്തിൽ 17, ഷാഹ്ദൂലിൽ 10, ജബൽപൂരിൽ 19, മണ്ഡലയിൽ 14, ബാലാഘട്ടിൽ 13, ചിന്ദ്വാരയിൽ 15 സ്ഥാനാർത്ഥികളാണ് ഇപ്പോൾ മത്സരരംഗത്ത് ഉള്ളത്. അസമിൽ ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന 5 ലോക്സഭാ സീറ്റുകളിൽ 35 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്ത്. ജോർഹാട്ട് മണ്ഡലത്തിലെ ഒരു സ്ഥാനാർത്ഥി ഇന്നലെ പത്രിക പിൻവലിച്ചിരുന്നു. BJP 5 സീറ്റിൽ മത്സരിക്കുന്നുണ്ട്. 4 സീറ്റിൽ മത്സരിക്കുന്ന കോൺഗ്രസ് 1 സീറ്റിൽ അസം ജാതീയ പരിഷത്ത് സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കും. BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ സർബാനന്ദ് സോനോവാൾ, കോൺഗ്രസ് നേതാവ് ഗൌരവ് ഗൊഗോയ്, അസം ജാതീയ പരിഷത്ത് അധ്യക്ഷൻ ലൂറിൻ ജോയി ഗൊഗോയ് തുടങ്ങിയവർ ഈ ഘട്ടത്തിൽ ജനവിധി തേടുന്നവരിൽ ഉൾപ്പെടുന്നു. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ 4ാം പാദത്തിൽ ഇന്ത്യയുടെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം 8% വളർച്ച രേഖപ്പെടുത്തുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. മുംബൈയിൽ നിക്ഷേപ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ.
ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് 8.4% വളർച്ച കൈവരിച്ചുവെന്നും ഇന്ത്യ ഏഷ്യയിലെ മൂന്നാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയാണെന്നും ധനമന്ത്രി ചൂണ്ടിക്കാട്ടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി തിരുവനന്തപുരം നിലയം 75-ാം വർഷത്തിലേക്ക്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് നാളെ തിരുവനന്തപുരം ആകാശവാണി അങ്കണത്തിൽ തുടക്കമാകും. വൈകുന്നേരം 3-ന് പ്രശസ്ത സാഹിത്യകാരൻ ജോർജ് ഓണക്കൂർ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ 4 ജില്ലകളിൽ കടലാക്രമണം രൂക്ഷം. തിരുവനന്തപുരത്തും കൊല്ലത്തും ആലപ്പുഴയിലും തൃശൂരുമാണ് കടലാക്രമണം ഉണ്ടായത്. കേരളത്തിൽ ബുധനാഴ്ച വരെ ഉയർന്ന താപനില തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കും. പത്തനംതിട്ട, കോട്ടയം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ത്യാഗത്തിന്റെയും ഉയിർപ്പിന്റെയും സ്മരണകൾ ഉയർത്തി ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിച്ചു. കൂടുതൽ മെച്ചപ്പെട്ടൊരു ലോകം പണിതുയർത്താൻ എല്ലാം ത്യജിച്ച യേശുവിന്റെ സ്മരണയാണ് ഈസ്റ്ററിന്റെ കാതൽ. ഒരു റിപ്പോർട്ട്. ഈസ്റ്റർ ആഘോഷങ്ങളുടെ ഭാഗമായി രാജ്യത്താകമാനമുള്ള ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക പാതിരാ പ്രാർത്ഥനകൾ നടന്നു. വത്തിക്കാനിലെ സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ 2 മണിക്കൂറിലേറെ നീണ്ട പ്രത്യേക പ്രാർത്ഥനകൾക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ നേതൃത്വം നൽകി. ഇന്ത്യയിലും വിദേശത്തുമുള്ള എല്ലാ പൌരന്മാർക്കും രാഷ്ട്രപതി ദ്രൌപദി മുർമു ഈസ്റ്റർ ആശംസകൾ നേർന്നു. യേശുക്രിസ്തുവിന്റെ ഉയിർപ്പിന്റെ സ്മരണകൾ ഉണർത്തുന്ന ഈസ്റ്റർ ആഘോഷങ്ങൾ സ്നേഹവും അനുകമ്പയും അടയാളപ്പെടുത്തുന്നുവെന്ന് രാഷ്ട്രപതി സന്ദേശത്തിൽ കുറിച്ചു. സ്നേഹത്തിന്റെയും അനുകമ്പയുടെയും ക്ഷമയുടെയും പരമമായ പ്രഭാവമാണ് യേശുക്രിസ്തുവിന്റെ ഉയിർത്തെഴുന്നേൽപ്പിന്റെ ഉത്സവമായ ഈസ്റ്റർ എന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ പറഞ്ഞു. എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ഈസ്റ്റർ ആശംസിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ദിനം നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാനുള്ള പ്രചോദനമാകട്ടെ എന്ന ആശംസ പങ്കുവച്ചു. ഈസ്റ്റർ ദിനത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തിരുവനന്തപുരം പാറ്റൂർ സെന്റ് തോമസ് മാർത്തോമ സുറിയാനി പള്ളി സന്ദർശിച്ചു. പ്രതിബന്ധങ്ങളെയും അടിച്ചമർത്തലുകളെയും അതിജീവിച്ച് സ്നേഹത്തിന്റെയും കരുണയുടെയും മൂല്യങ്ങൾ ശക്തിയോടെ ശോഭിക്കുമെന്ന പ്രത്യാശയുടെ സന്ദേശമാണ് ഈസ്റ്റർ മുന്നോട്ട് വയ്ക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ സ്ഥാപക ദിനാചരണം നാളെ. ഇതോടനുബന്ധിച്ച് സിബിഐ നാളെ 20ാമത് DP കോഹ്ലി അനുസ്മരണ പ്രഭാഷണം സംഘടിപ്പിക്കും. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് പ്രഭാഷണം നടത്തും. നൂതന നീതിന്യായ സംവിധാനത്തിനായി സാങ്കേതിക വിദ്യ സ്വീകരിക്കൽ എന്നതാണ് ഈ വർഷത്തെ പ്രഭാഷണ വിഷയം. വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകളും സ്തുത്യർഹ സേവനത്തിനുള്ള പോലീസ് മെഡലുകളും ചടങ്ങിൽ സമ്മാനിക്കും. ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന ഉള്ളിയുടെ ആദ്യ ചരക്ക് ഇന്ന് രാത്രിയോടെ ബംഗ്ലാദേശിൽ എത്തിച്ചേരും. ഇറക്കുമതി ചെയ്യുന്ന 50,000 മെട്രിക് ടൺ ഉള്ളിയിൽ നിന്ന് ആദ്യഘട്ടമായി 1650 ടൺ ട്രെയിൻ വഴി ഇറക്കുമതി ചെയ്യുമെന്നും ധാക്കയിലെയും ചാറ്റോഗ്രാമിലെയും നിയുക്ത വിതരണക്കാർ മുഖേന ഇറക്കുമതി ചെയ്ത ഉള്ളിയുടെ വിൽപ്പന 2 ദിവസത്തിനുള്ളിൽ ആരംഭിക്കുമെന്നും ബംഗ്ലാദേശ് വാണിജ്യമന്ത്രി അഹ്സനുൽ ഇസ്ലാം ടിറ്റു പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അരുണാചൽ പ്രദേശിൽ 10 BJP സ്ഥാനാർത്ഥികൾ നിയമസഭയിലേക്ക് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുവാനുള്ള കാലാവധി ഇന്നലെ അവസാനിച്ചതോടെയാണ് മുഖ്യമന്ത്രി പെമ ഖണ്ഡു ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത്. ഗോവയിലെ 2 ലോക്സഭാ സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് തെരഞ്ഞെടുപ്പിന്റെ 3ാം ഘട്ടമായ മെയ് 7-ന് നടക്കും. ഗോവയിലാകെ 11.72 ലക്ഷം വോട്ടർമാരാണ് ഉള്ളത്. ഇതിൽ 6 ലക്ഷത്തിലധികം പേർ സ്ത്രീകളാണ്. 18-നും 19-നും ഇടയിൽ പ്രായമുള്ള 25,000-ത്തിലധികം പുതിയ വോട്ടർമാരും ഇത്തവണ വോട്ട് രേഖപ്പെടുത്തും. മിയാമി ഓപ്പൺ ടെന്നീസ് പുരുഷ ഡബിൾസ് കിരീടം രോഹൻ ബൊപ്പണ്ണ മാത്യു എബ്ഡൻ സഖ്യം സ്വന്തമാക്കി. ഇവാൻ ഡോഡിക്, ഓസ്റ്റിൻ ക്രാജിസെക് എന്നിവരുൾപ്പെട്ട ക്രൊയേഷ്യൻ അമേരിക്കൻ സഖ്യത്തെ 1-2 സെറ്റുകൾക്കാണ് ഇന്ത്യൻ ഓസ്ട്രേലിയൻ കൂട്ടുകെട്ട് പരാജയപ്പെടുത്തിയത്. ഇതോടെ 44-കാരനായ ബൊപ്പണ്ണ ATP മാസ്റ്റേഴ്സ് 1000 കിരീടം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായി. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് ജയം. 5 പന്ത് ശേഷിക്കെ 3 വിക്കറ്റ് നഷ്ടത്തിലാണ് ഹൈദരാബാദ് ഉയർത്തിയ 163 റൺസ് വിജയലക്ഷ്യം ഗുജറാത്ത് മറികടന്നത്. വിശാഖപട്ടണത്ത് പുരോഗമിക്കുന്ന 2ാം മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടുന്നു. ടോസ് നേടിയ ഡൽഹി ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ചെന്നൈയിൻ FC പോരാട്ടം ആരംഭിച്ചു. കൊൽക്കത്തയിലാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കേണ്ട സമയപരിധി അവസാനിച്ചതോടെ രാജ്യത്ത് ആദ്യഘട്ട വോട്ടെടുപ്പിന്റെ സമ്പൂർണ്ണ ചിത്രം തെളിഞ്ഞു. NDAയുടെ തെരഞ്ഞെടുപ്പ് റാലിക്ക് ഉത്തർപ്രദേശിലെ മീററ്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. രൂപവൽക്കരിച്ച ശേഷം ഇതാദ്യമായി മഹാറാലി സംഘടിപ്പിച്ച് INDA സഖ്യം. പ്രതിഷേധം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിലടക്കം നിരവധി വിഷയങ്ങളിൽ. ത്യാഗത്തിന്റെയും ഉയിർപ്പിന്റെയും സ്മരണകൾ ഉയർത്തി ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിച്ചു.
മിയാമി ഓപ്പൺ ടെന്നീസ് പുരുഷ ഡബിൾസ് കിരീടം രോഹൻ ബൊപ്പണ്ണ മാത്യു എബ്ഡൺ സഖ്യത്തിന്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് ജയം. ഡൽഹി ക്യാപിറ്റൽസ് ചെന്നൈ സൂപ്പർ കിങ്സ് മത്സരം പുരോഗമിക്കുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.